അപ്പോൾ നമ്മൾ എൻസ്കോപ്പിനെ കുറിച്ച് പറയായിരുന്നു. അപ്പോൾ സാർ 2 സിറ്റിംഗ് മതി എന്ന് പറഞ്ഞു. അത് കംപ്ലീറ്റ്ലി നമ്മളൊന്ന് അതായത് ശരിക്കും പൊങ്ങി വയ്ക്കുന്ന പല്ലുകൾക്ക് മാത്രമാണ് അത് പ്രയോജനം ചെയ്യുന്നത് അല്ലേ, മോണയെക്കാട്ടിലും. അപ്പോൾ ഈ 2 സിറ്റിംഗിൽ ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയർ ഒന്ന് പറയാമോ, എന്താണ് ചെയ്യുന്നതെന്നുള്ളത്? എൻസ്കോപ്പിന്റെ ടെക്നിക്കിനകത്ത് എന്താണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പല്ലിപ്പോ ഇങ്ങനെ അല്പം ഇങ്ങനെ മുമ്പോട്ട് പൊങ്ങി നിൽക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന അതിന്റെ ആംഗുലേഷൻ അങ്ങ് മാറ്റുകയാണ്. ഇങ്ങനെ വലച്ച് നിൽക്കുന്ന പല്ലിനെ നമ്മൾ ആംഗുലേഷൻ മാറ്റി കീപ്പോട്ട് താത്തിയിട്ട് അത് അകത്ത് ബൈൻഡ് ചെയ്യും. അപ്പൊ പിന്നെ ആ പല്ല് പിന്നെ തിരിച്ചു പോരുന്ന ക്വസ്റ്റ്യൻ ഇല്ല. അപ്പൊ പ്രശ്നം നമ്മൾ ബേസ് മാറ്റൂല, അതിന്റെ റൂട്ട് നിൽക്കുന്ന മോണയ്ക്കകത്താണല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മോണ താഴൂല, പല്ല് മാത്രമേ താത്താൻ നമുക്ക് പറ്റുള്ളൂ. ഈ എൻസ്കോപ്പ് വഴി താത്തുമ്പോ കമ്പിയിട്ട് താത്തുമ്പോ നമ്മള് പല്ലും താത്തി മോണയും താത്തും. മോണ താത്താനായിട്ട് പല്ലെ തന്നെയാ കമ്പി ഇടണത്. ചില ആൾക്കാർ പേടിച്ച് പറയാറുണ്ട്, ഇനി മോണ താത്തണമെന്ന്, അയ്യോ മോണയിലേക്ക് കമ്പി ഇടുമെന്ന് ചോദിക്കും. മോണെ കമ്പി ഇടുമെന്നില്ല, പല്ലെ തന്നെ കമ്പി ഇട്ടാ മോണ താത്തുന്നത്. പിന്നെ അതിന് ഈ പറഞ്ഞ പ്രായത്തിന്റേതായ ഇപ്പൊ വിളിച്ച പേഷ്യന്റ് ചോദിച്ചോ 40 വയസ്സായി, ഇനി അത് 1.5-2 വർഷത്തെ പണിയും കണ്ട താണു വരും. അപ്പൊ അതിന്റെ സമയം ഇതിപ്പോ നമുക്ക് പെട്ടെന്നൊരു അപ്പിയറൻസിന് അത് ശരിക്കും മാറ്റം വേണമെന്നുള്ളവർക്ക് മോണയുടെ പ്രശ്നം അല്ലെങ്കിൽ എൻസ്കോപ്പ് ആയിരിക്കും ഏറ്റവും എളുപ്പമായിട്ട് ഈസി ആയിട്ട് ചെയ്യാം. നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ മെഡിറ്റോക്കിലേക്ക് സ്വാഗതം. സർ കോൾ കട്ടായെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ എൻസ്കോപ്പിനെ കുറിച്ച് പറയായിരുന്നു. അപ്പോൾ സാർ ഒരിക്കലും ഈ എൻസ്കോപ്പ് വഴി പല്ല് താഴ്ത്തിയ ഒരു പേഷ്യന്റിന് വീണ്ടും അത് പൊങ്ങി വരാനുള്ള ചാൻസ് ഉണ്ടോ? പൊങ്ങി വരാനുള്ള സാധ്യത കുറവാണ്, ഇല്ല എന്ന് തന്നെ പറയാം. കാരണം നമ്മൾ സാധാരണ ചെയ്യുമ്പോഴേക്കും എൻസ്കോപ്പ് ചെയ്യുമ്പോൾ ഫ്രണ്ടിലെ ഒരു 6 പല്ല് അല്ലെങ്കിൽ 12 പല്ല്, അടിയിലത്തെ മുകളിലത്തെയും പല്ല് രണ്ടും കൂടെ കൂടി താത്തിയെങ്കിൽ ചിലരുടെ താഴോടും. അങ്ങനെ താത്തി കഴിഞ്ഞിട്ട് നമ്മളത് അത് ബൈൻഡ് ചെയ്യുന്നതുകൊണ്ട് ഒരു പല്ല് തമ്മിൽ വിടില്ല. പിന്നെ അതേസമയത്ത് കമ്പിയിട്ട് താത്തുന്ന പിള്ളേരുടെ ഈ പറഞ്ഞ വാ തുറന്നിടന്നുറങ്ങുമോ, അതിന് നാക്ക് തള്ളുവോ, അങ്ങനെ എന്തെങ്കിലും ചീത്ത ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ തിരിച്ചു പൊങ്ങിപ്പോരും. പിന്നെയും കമ്പിയിട്ട് താത്തേണ്ട വന്നൊന്ന് വന്നേക്കാം. അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് പറയാനൊക്കില്ല. എൻസ്കോപ്പിനകത്ത് അങ്ങനെ ഒരു ഗുണമുണ്ട്, അത് പിന്നെ തിരിച്ചു പോരാനൊക്കത്തില്ല. കാരണം പോരാന്ന് പറഞ്ഞാൽ ഈ 6-12 പല്ല് തമ്മിൽ ബൈൻഡായി. അപ്പൊ അത് പിന്നെ വിട്ട് മുമ്പോട്ട് പോരാൻ ഒക്കൂല. ഓക്കെ, സോ നമുക്ക് ഇനി ഒരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം മെഡിറ്റോക്ക് തുടരാം. വെൽക്കം ബാക്ക്. നമ്മോടൊപ്പം ഡോക്ടർ KT പൗലു, CEO ആൻഡ് കൺസൾട്ടന്റ് ഓർത്തോഡോണ്ടിസ്റ്റ്, നെച്ചുപാടം ഡെന്റൽ ക്ലിനിക്, കോലഞ്ചേരി ആൻഡ് കൊച്ചി. സർ നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ മെഡിറ്റോക്കിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നേ? എന്റെ പേര് മൃദുല. മാഡം എവിടെന്നാ വിളിക്കുന്നേ? കരുനാഗപ്പള്ളി. ഓക്കെ, ഡോക്ടറോട് സംസാരിച്ചോളൂ മാഡം. ചോദിച്ചോളൂ. ഹലോ ചോദിച്ചോ. ഡോക്ടർ, എന്റെ അണപ്പല്ല് 2 സൈഡില് അണപ്പല്ല് പിന്നെയും കിഴിച്ചു വരുന്നത് സൈഡിലായിട്ട്. എത്ര വയസ്സ്? ഇപ്പൊ 21. ഇപ്പൊ പല്ല് മുളച്ചു വരുവാ? സൈഡിലായിട്ടാ വരുന്നത്. അത് പുറകിലറ്റത്തല്ലേ? ആണോ? എന്താ പ്രശ്നം അവിടെ? അവിടെ സൈഡിലായിട്ട് വല്ലായിട്ട് ഇങ്ങനെ കിഴിച്ചു വരുന്നുണ്ട്. അത് ഈ പ്രായത്തിൽ വരേണ്ട പല്ല, അത് അങ്ങേയറ്റത്തുള്ളത് 8ാമത്തെ പല്ലായിരിക്കും ആ നിരയില്. ആ നിരയിലല്ല, അതിന് മാറി സൈഡിലാ. സൈഡിലേക്ക് മാറിയാ വന്നേക്കണെങ്കിലും 8 പല്ലുണ്ടോ ആ വശത്ത്? സെൻട്രലിൽ മുതൽ എണ്ണി നോക്കി കഴിഞ്ഞാൽ 8 പല്ലുണ്ടോ? ഒരു വശത്ത് 8 പല്ലും മറ്റേ വശത്ത് 8 പല്ലുവാ വേണ്ടത്. അപ്പൊ 8ാമത്തെ പല്ലാണെങ്കിൽ ചിലപ്പോ ചിലരുടെ സൈഡിലേക്ക് മാറി വരും, ചിലപ്പോ അകത്തേക്ക് ചെരിഞ്ഞു വരും, ചിലത് മുളച്ചിട്ട് അപ്പടി വരാതെ പകുതിയായിട്ട് വന്ന് നിൽക്കും, അങ്ങനെ കാണും. അപ്പൊ അത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നേക്കണേ, എന്തോളം മാറിയാ നിൽക്കണേന്ന് നോക്കിയിട്ട് വേണ്ടി വന്ന ആ പല്ല് എടുത്ത് കളയണ്ടാണെങ്കിൽ എടുത്ത് കളയണം. അത് ഡോക്ടറെ കാണിച്ചെങ്കിൽ മാത്രമേ പറയാനൊക്കത്തുള്ളൂ. എങ്ങനെയാ അത് ശരിയാവോ, കടിക്കാൻ പ്രയോജനപ്പെടുവോ എന്നുള്ള അറിയണമെങ്കിലേ അത് ഡോക്ടർ തന്നെ കാണണം. ഡോക്ടറെ കാണാതെ ഒക്കൂല. ഓക്കെ മാഡം. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. സോ അപ്പോൾ നമ്മൾ എൻസ്കോപ്പിനെ കുറിച്ച് പറയായിരുന്നു. സോ ഒരിക്കലും ഇത് എൻസ്കോപ്പ് എന്ന് പറഞ്ഞ ടെക്നിക് നമ്മൾ ട്രീറ്റ്മെന്റ് ടെക്നിക് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പല്ലിന്റെ കാര്യത്തിൽ? വേറെ പ്രത്യേകിച്ച് വലിയ സൂക്ഷ്മത ഒന്നും ആവശ്യമില്ല. കണക്കിന് പറഞ്ഞാല് വൃത്തിയായിട്ട് ബ്രഷ് ചെയ്തുകൊണ്ട് നടക്കണം. അധികം ബ്രഷ് ചെയ്യുകയും ചെയ്യരുത്. ചിലർ ഈ പല്ല് തേക്കണതിന് പല്ലിങ്ങനെ ഒരിക്കൽ ചീത്തയായി പോയ പല്ല് നന്നാക്കി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പല്ല് തേയാം. 10-15 മിനിറ്റ് നേരം പല്ല് തേച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പല്ല് തേക്കരുത്. അത് നമ്മൾ സ്വന്തം പല്ലുള്ളവരാണെന്നുണ്ടെങ്കിൽ പല്ല് തേക്കുന്ന ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് കൂടുതൽ പല്ല് തേക്കരുതെന്ന് ഞാൻ പറയും. അത് എല്ലാ പല്ലും ചുറ്റി എല്ലാത്തിന്റെയും വശത്തോടെ നമ്മൾ പല്ല് തേച്ചിരിക്കണം. അതുപോലെ വിഗ്രസ് ആയിട്ട് പല്ല് തേക്കരുത്. ചിലരങ്ങ് പല്ല് ശുദ്ധിയാവണമെന്ന് ഓർത്തിട്ട് പല്ല് അങ്ങനെ ശുദ്ധിയാവേണ്ട ആവശ്യമില്ല. കാരണം നല്ല പോളിഷ്ഡ് സർഫസാ. പിന്നെ ഈ പല്ല് തേക്കുന്നതുകൊണ്ടുള്ള സ്റ്റിമുലേഷൻ കിട്ടുന്നത് മോണയ്ക്കാം. അപ്പൊ അത് ജെന്റിലായിട്ട് ആവശ്യത്തിനുള്ള പ്രഷർ കൊടുത്തോണ്ട് ഒരു 3 മിനിറ്റ് കൊണ്ട് ഈ 32 പല്ലും അങ്ങ് തേച്ച് തീർത്തേക്കാന്നുണ്ടെങ്കിൽ അത് മതി ആവശ്യത്തിന്. പിന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷവും
ആണ് വാസ്തവത്തിൽ പറഞ്ഞ ബ്രഷിംഗ് വേണ്ടത്. നമുക്ക് എല്ലാവരും തെറ്റായ ധാരണയുണ്ട്, രാവിലെ കാപ്പി കുടിക്കുന്നതിന് മുമ്പ് പല്ല് തേച്ച് പോകാന്ന് പറയും. പിള്ളേരോടാണെങ്കിലും അമ്മമാർ പറയും മോനെ പല്ല് തേച്ചോളാം കാപ്പി കുടിക്കാറെന്ന് പറയും. ഇല്ല, കാപ്പി കുടിക്കുന്നതിന് മുമ്പല്ല പല്ല് തേക്കേണ്ടത്, കാപ്പി കുടി കഴിഞ്ഞാൽ പല്ല് തേക്കേണ്ടത്. അത്താവൂണ് കഴിഞ്ഞ് പല്ല് തേച്ചിട്ട് കിടക്കണ കൊച്ചിന് വാ എന്ന് കഴുകിയിട്ട് കാപ്പി കുടിക്കാം. പക്ഷെ കാപ്പി കുടി കഴിഞ്ഞിട്ട് പല്ലും തേക്കണം, കൈയും കഴുകണം.